കാണാൻ ഒരു കൊച്ചുമുതലാളി തന്നെ. ഏതായാലും അധ്വാനിച്ചതിന്റെ ഫലം പടച്ചോൻ തന്നു. മുഴുവനായിട്ടില്ല, ഇനിയും കിട്ടാൻ എത്രയോ കിടക്കുന്നു. നിങ്ങളോട് എത്ര പ്രാവശ്യം ഞാൻ പറയുന്നു ഇങ്ങനെ അനാവശ്യമായിട്ട് കാശ് കളയരുതെന്ന്? അനാവശ്യമെന്ന് തോന്നുന്നത് നസീമയ്ക്കല്ലേ, എനിക്കല്ലല്ലോ. നിങ്ങളുടെ തലയ്ക്ക് വട്ടാ. അതിപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. സുൽത്താൻ എവിടെ? അപ്പുറത്തുണ്ട്. അവനെ ഞാനൊരു കൊച്ചു സുൽത്താനാക്കി മാറ്റും. നിങ്ങളുടെ ഓരോ കിനാവ്. അല്ലാതെ ഞാനെന്ത് പറയാനാ? ആടിനെയും കോഴിനെയും വളർത്തി ജീവിക്കണം ഞാൻ വിചാരിച്ച അവന് നേരെ ചൊവ്വേ പഠിപ്പിക്കാൻ കൂടി കഴിയുമെന്ന് തോന്നുന്നില്ല. അവൻ നേരെ ചൊവ്വേ തന്നെ പഠിക്കും. ഞാൻ നസീമയുടെ കടക്കാരനാണ്. തരാനുള്ള പണത്തിന്റെ കടം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിസ്സാരമാണ്. പക്ഷേ മനസ്സിന്റെ കടം ഓരോ നിമിഷവും പലിശയടക്കം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അധികം നിൽക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ വരട്ടെ. നീയോ? തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? പുലിയെ തേടി മാൻകുട്ടി വരുന്നത് ഇതാദ്യമായിട്ടാണ്. കൊമ്പനാനയെ കാണാൻ വരാൻ സിംഹക്കുട്ടി എന്തിനു ഭയപ്പെടണം? നീ എവിടെയാണ് നിൽക്കുന്നത് ഓർമ്മയുണ്ടോ? ഉണ്ട്. RC നായരുടെയും ഹംസയുടെയും കൊലയാളിയായ വിഷ്ണുവിന്റെ ബംഗ്ലാവിൽ. എന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായ വിഷ്ണുവിന്റെ മുമ്പിൽ. വെരി ഗുഡ്. അപ്പോൾ നീ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷെ ഒന്നു മാത്രം മറന്നുപോയി. RC നായരുടെയും ഹംസയുടെയും മിസ്റ്റർ മേനന്റെയും ഗതിയായിരിക്കുന്നത്. ഇപ്പോ സമയം 10:20. എന്റെ വക്കീൽ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. അയാൾക്ക് ഞാൻ ഇവിടേക്കാണ് വരുന്നതെന്നും ഇവിടെ എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാൻ ഇടയുണ്ടെന്നും കാണിച്ച് ഞാനൊരു എഴുത്തെഴുതി കൊടുത്തിട്ടുണ്ട്. 10:30 മുമ്പ് എന്നെ കണ്ടില്ലെങ്കിൽ അയാൾ ആ കത്ത് പോലീസിനെ ഏൽപ്പിക്കും. അത് പിന്നെ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കി വെക്കും. അപ്പൊ ഞാൻ വരട്ടെ. ഒന്നോർത്തോളൂ, നിന്നെ നശിപ്പിക്കാൻ ഒരു നിമിഷം കൊണ്ട് ഇപ്പൊ എനിക്ക് കഴിയും. പക്ഷേ അങ്ങനെ പെട്ടെന്ന് മരിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. എന്റെ കുടുംബത്തെ പെരുവഴിയിലിറക്കിയതുപോലെ നിന്നെയും ഞാൻ പെരുവഴിയിലിറക്കും. എന്നിട്ട് പേപ്പട്ടിയെ കൊല്ലുന്നത് പോലെ ഇഞ്ചിഞ്ചായി നിന്നെ ഞാൻ കൊല്ലും. അമ്മ ഉറങ്ങില്ലേ? നീ വരാതെ ഞാൻ ഉറങ്ങാറുണ്ട്. എനിക്ക് അല്പം ജോലി തിരക്കുണ്ടായിരുന്നമ്മേ. നാളെ നീ എവിടെയും പോകരുത്. എന്താ വിശേഷിച്ച്? നാളത്തെ ഫ്ലൈറ്റിന് രവി വരുന്നുണ്ടെന്ന് ടെലിഗ്രാം ഉണ്ട്. നാളത്തെ ഫ്ലൈറ്റിലോ? ട്രെയിനിങ് കഴിഞ്ഞ് അവൻ നിയമനം കിട്ടി വരുന്നതല്ലേ. നമുക്ക് എയർപോർട്ടിൽ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരണം. നാളെ എനിക്ക് വേറെ എൻഗേജ്മെന്റ് ഉണ്ട് അമ്മേ. അമ്മയും നിഷയും കൂടെ പോയി അവനെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. അതായിരിക്കും അവന് സന്തോഷം. നിനക്ക് എന്ത് കാര്യത്തിലാ സമയമുള്ളത്? എന്ത് പറഞ്ഞാലും ജോലി ജോലി ജോലി. സമയം ഉണ്ടാവുന്ന ഒരു ദിവസം വരുമമ്മേ. അന്ന് അമ്മയ്ക്ക് എന്നെ കാണാൻ സമയം ഉണ്ടായാൽ മതി. പെട്ടിക്കുള്ളിൽ സാധനമുണ്ട്. പോലീസിന് എങ്ങനെ വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബി കെയർഫുൾ. ചേട്ടനോടെ പോയമ്മേ? അവനെന്തോ അത്യാവശ്യ ജോലി ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിഷയം കൂട്ടി പോന്നു. ചേട്ടൻ വല്ലെന്നാണല്ലോ അമ്മ പറഞ്ഞത്. എനിക്ക് അല്പം സമയം കിട്ടി. ആണോ? നിങ്ങൾ നടന്നോളൂ, ഞാൻ പിന്നെ വരാം. നീ പെട്ടിയെന്ന് വെച്ചോളൂ, ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കോളാം. വരുമേ? ചേട്ടാ, അച്ഛൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നിട്ടുണ്ട്. രാജു എവിടെ പോയി?
വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ ഉടനെ എത്തിക്കോളാം. ആ നീ പെട്ടി ഞാൻ പോകാം മോനെ. അമ്മേ, ചേട്ടന്റെ മാറ്റങ്ങൾ എനിക്ക് സ്വപ്നം പോലെ തോന്നിക്കുന്നു. ഒരാളുടെ ശമ്പളം കൊണ്ട് ഇത്രയൊക്കെ സമ്പാദിക്കാൻ പറ്റുമോ? അവൻ അൻവർ എന്ന് പറയുന്ന ഒരു കോടീശ്വരന്റെ കൂടെയാ ജോലി ചെയ്യുന്നത്. എന്ത് ജോലി? ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത്. ഓഹോ. ആ ഓരോരുത്തരുടെ ഭാഗ്യം. നമുക്കൊക്കെ ആണെങ്കിൽ പിള്ളേരെയും പെമ്പറന്നൊക്കെ നോക്കി നടക്കണം. ഇത് ആ തൊന്തരവൊന്നുമില്ലല്ലോ. ഇത്തിരി കാശിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. ആവശ്യം നടക്കുകയും ചെയ്യും. ഇതൊക്കെ ബാങ്ക് കൊണ്ട് വേണ്ടാന്ന് എത്ര പ്രാവശ്യം പറയണ? ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതല്ല, സുൽത്താന് വേണ്ടി വാങ്ങിയതാ. ആ പിന്നെ 2 ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാവില്ല. വരട്ടെ. ആ ഞങ്ങളും ആണുങ്ങളൊക്കെ തന്നെയാ. ആ കാര്യത്തിൽ എനിക്ക് സ്വല്പം സംശയമുണ്ട്. ഏതായാലും ആ സംശയം അങ്ങ് തീർത്തേക്കാം. എന്താ ഇവിടെ കുഴപ്പം? സാർ, ഇവിടെ താമസിക്കുന്ന സ്ത്രീയെ ചൊല്ലിയ അടി നടന്നത്. എന്താ പേര്? നസീമ. നിങ്ങളെ ചൊല്ലിയാണോ അവിടെ കുഴപ്പമുണ്ടായത്? അറിഞ്ഞൂടാ. ഭർത്താവുണ്ടോ? ഇല്ല, മരിച്ചുപോയി. നിങ്ങളുടെ ജോലി എന്താ? പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങളെ കുറിച്ച് വളരെ മോശമായ റിപ്പോർട്ടാണ് അവിടെ ഉള്ളത്. എസ് പി സാർ, നല്ല റിപ്പോർട്ടുള്ളവർ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വരാറുണ്ടോ സാറേ? കള്ളസാക്ഷി പറയുന്നവരല്ലാതെ. നിങ്ങളാരാ? മറൈൻ എക്സ്പോർട്ടേഴ്സിന്റെ പാർട്ട്ണർ, പേര് രാജു. നിങ്ങൾക്കിവിടെ എന്ത് കാര്യം? ആ ചോദ്യം മറ്റൊരു രീതിയിൽ അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ സ്ത്രീയെ നിങ്ങൾ എന്തിനോട് കൊണ്ടുവന്നു? തെളിവിന് വേണ്ടി. ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചോദ്യം ചെയ്യാനാണ് വിളിച്ചു വരുത്തിയത്. ചോദ്യം ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞു. എങ്കിൽ ഇവരെ ഇറക്കി വിടണം സാറേ. നിങ്ങൾ ഇവരുടെ രക്ഷിതാവാണോ? അത് അവരോട് ചോദിക്കണം. നിങ്ങളുടെ രക്ഷിതാവാണോ ഇയാൾ? അതെ. ഇനിയെങ്കിലും അവരെ പറഞ്ഞു വിടണം സാറേ. ആളയച്ചാൽ വീണ്ടും വരണം. ഓക്കേ? കാക്കി ഉടുപ്പിന് ഉള്ളിൽ കയറിയ അമ്മയുമില്ല പെങ്ങളുമില്ല അല്ലേടാ? അവൻ ചെയ്ത തെറ്റിന്റെ വലിപ്പം അവന് മനസ്സിലാവില്ല നസീമ. അതിന് കാരണക്കാരനാകേണ്ടി വന്നതിലുള്ള ദുഃഖം മാത്രമാണ് എനിക്ക്. മോന്റെ ബാപ്പ ഉണ്ടായിരുന്നപ്പോൾ
ഒരുത്തൻ ഇങ്ങോട്ട് അടുക്കില്ലായിരുന്നു. എന്നിട്ട് എനിക്ക് ഈ ഗതികേട് വന്നല്ലോ എന്റെ റബ്ബേ. ഇതൊരുതരം വല്ലാത്ത പരീക്ഷയാണ് നമുക്ക് രണ്ടുപേർക്കും. എനിക്ക് എന്ത് വന്നാലും സങ്കടമില്ലായിരുന്നു. പക്ഷേ നസീമയ്ക്ക് എന്റെ മോനെ ഓർത്ത് മാത്രമാണ് ഞാൻ ഈ അവമാനം സഹിച്ച് ജീവിക്കുന്നത്. ആരോടാണ് പകരം ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ദൈവമാണ് തെറ്റുകാരനെങ്കിൽ ദൈവത്തോടും ഞാൻ പകരം ചോദിക്കുമായിരുന്നു. ആരോരുമില്ലാത്ത ആ പെണ്ണിനെ അവൻ രക്ഷിച്ചത് നിന്നെ അപമാനിക്കാൻ വേണ്ടിയായിരിക്കില്ല. അമ്മയ്ക്ക് എന്തറിയാം? ഹംസ ജീവിച്ചിരുന്ന കാലത്ത് നസീമയല്ല ഇന്നവൾ. രവി, എനിക്ക് പറയാൻ ലജ്ജമേ. അവളുടെ വീട്ടിൽ കയറിറങ്ങുന്ന പലരിൽ ഒരുത്തനാണ് നിന്റെ ചേട്ടൻ. അവിടെ തല്ലും പിടിയും നടക്കുന്നതുകൊണ്ട് സഹിയട്ട അയൽപ്പക്കത്തുകാരോട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവസാനമായിട്ട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, അമ്മയുടെ മോനോട് കല്യാണം കഴിക്കാൻ തയ്യാറാണെങ്കിൽ അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. അവൾക്ക് രണ്ടാം കല്യാണം വേണമെങ്കിൽ അതിനും വഴിയുണ്ടാക്കാം. അല്ലാതെ ഈ പോക്ക് തുടരുകയാണെങ്കിൽ ഞാൻ ട്രാൻസ്ഫർ വാങ്ങി വലുതിക്കേക്ക് പോയത്. രവി, രജ്യമ്മേ, രജ്യമ്മേ. നസീമേ, എന്റെ പെറ്റ മക്കളിൽ ഒന്നിനെ പോലെയാണ് നിന്നെ ഞാൻ കരുതിയിരുന്നത്. ഇന്നുവരെ അതിനൊരു മാറ്റവും വന്നിട്ടില്ലമ്മേ. ഉണ്ട്. നിന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം നീ വളരെയധികം മാറിയിട്ടുണ്ട്. പഠിച്ചനെ, അമ്മ എന്തേ പറയണത്? എല്ലാം മറന്ന് ജീവിച്ചിട്ട് നീ എന്തിനാ പടച്ചോനെ വിളിക്കുന്നത്? അമ്മേ, അമ്മ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ. ചെയ്യാത്തത് കൊണ്ടാണോ പോലീസ് നിന്നെ അറസ്റ്റ് ചെയ്തത്? ഞാൻ പോലും അറിയാതെ എന്റെ മകൻ നിന്നെ ജാമ്യത്തിൽ ഇറക്കിയത്? അമ്മേ, നമ്മൾ പറഞ്ഞിട്ടില്ലമ്മേ രാജു നമ്മൾ ജാമ്യത്തിൽ ഇറക്കിയത്. നീ പറയാതെ തന്നെ അത് ചെയ്യാനുള്ള ബാധ്യത ചിലപ്പോ അവനുണ്ടായിരിക്കും. അമ്മേ, അമ്മയ്ക്ക് നസീമെ അറിയില്ലേ? കൊച്ചുനാള് മുതൽ ഇവിടുത്തെ ഉപ്പും ചോർന്ന് വളർന്നവളാണ് അമ്മ ഞാൻ. കെട്ടിയോ മയ്യത്തായിട്ടും കെട്ടുകാലി പൊട്ടിക്കാതാണ് അമ്മേ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണമ്മേ പെറ്റമ്മയും പെങ്ങളുമില്ലാത്ത ഏതോ തെമ്മാരികൾ പറയുന്ന കേട്ടോ നമ്മളെ പോലീസ് കൊണ്ടുപോയത്. എനിക്കിതൊന്നും കേൾക്കണ്ട. എല്ലാം തകർന്നിട്ട് ഞാൻ ജീവിക്കുന്നത് എന്റെ 2 മക്കളെ കരുതിയാണെന്ന് നീ മറക്കരുത്. നീ ചെറുപ്പമാണ്, ഭർത്താവില്ലാതെ ജീവിക്കുന്നവളാണ്. നീ കാരണം എന്റെ രാജുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ മുമ്പിലായിരിക്കും ഞാൻ മരിക്കുന്നത്. ഞമ്മക്ക് മതിയായി. ആ കണ്ണുകൊണ്ടാണ് നിങ്ങൾ ഈ നസീമെ കാണുന്നതല്ലേ? ഈ ദുനിയാവിൽ ആര് നമ്മളെ പറ്റി പറഞ്ഞാലും നമുക്ക് സങ്കടമില്ല. പക്ഷെങ്കില് ഇങ്ങനെ നാക്കൊണ്ട് ഈ പറഞ്ഞത് നമുക്ക് താങ്ങാൻ കഴിയണില്ലമ്മേ. നീ പറയിപ്പിച്ചിട്ടാ ഞാൻ പറഞ്ഞത്. എന്നാല് നമുക്കൊന്ന് ചോദിക്കാനുള്ളൂ. രജനി നമ്മളെ പോലെ ഭർത്താവില്ലാത്തവരാണല്ലോ. ഭർത്താവ് മരിച്ച പിറ്റേന്ന് നിങ്ങൾക്ക് കൂടെപ്പിറപ്പ് അല്ലാതാകുമോ? നസീമേ, നസീമ ഡ്രൈവർ ഹംസന്റെ കെട്ടിയോളാണമ്മേ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് രവി നമ്മളോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് വേറെ വല്ലവനും ആയിരുന്നെങ്കിൽ അവന്റെ കാക്കി കുപ്പായം വലിച്ചു കീറി നമ്മൾ ചോര കുടിക്കുമായിരുന്നു. ഇങ്ങടെ പോലീസ് ഓഫീസർക്ക് കൊച്ചുനാളെ ചോറ് വാരി കൊടുത്തിട്ടുള്ള പെങ്ങളാണ് നമ്മള്. ആ നന്ദി വിചാരിച്ചിട്ടെങ്കിലും നമുക്കൊരു ഉപകാരം ചെയ്യാൻ പറയണം. ആ രവി സാറിന്റെ കൈകൊണ്ട് എന്റെ കുട്ടിക്ക് കുറച്ച് വിഷം കൊടുക്കാൻ പറയണം. നസീമെ, കാക്കി ഉടുപ്പിട്ടവർക്കും മനുഷ്യന്മാരെ തൂക്കിലിടുന്നവർക്കും എന്തും ചെയ്യാനുള്ള മനക്കെട്ടി കാണുമല്ലോ. എന്റെ കുഞ്ഞിനെ കൊല്ലാനുള്ള ചങ്കൂറ്റ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഉയരോടെ ഇരിക്കുന്നത്. നമ്മക്കതിനെ വളർത്തിയേ പറ്റൂ. പക്ഷെ ഒന്ന് അപനം കൊണ്ട് തെണ്ടേണ്ടി വന്നാലും ജഡ്ജിയമ്മേ, നിങ്ങളുടെ ഈ പരിപാടിക്കല് നമ്മൾ വരൂല്ല. സുൽത്താൻ, ചോക്ലേറ്റ് ചോക്ലേറ്റ്.
നിങ്ങളെന്തിനാ ഇവിടെ വന്നത്? നിങ്ങളെന്താ ആരാ? എന്താ സ്വന്തം? നിങ്ങൾക്കൊരു കുടുംബമില്ലേ? അന്തസ്സുള്ള ഒരു അമ്മയില്ലേ? അനിയനില്ലേ? പിന്നെന്തിനാ ഇവിടെ വരണത്? നസീമ, ഞാൻ പറയുന്നു. നിങ്ങളൊന്നും പറയണ്ട. മാനവ മര്യാദയായിട്ട് ജീവിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. അതിന് നിങ്ങൾ എന്നെ സമ്മതിക്കില്ല. ദേ, ഇനി നിങ്ങൾ ഈ പടി ചവിട്ടരുത്. നസീമ, നസീമ ഇവിടെ വന്നിരുന്നു. ഒറ്റവാക്കിൽ മുറിച്ചറിയാവുന്നതാണോ അമ്മേ നമ്മളും ആ കുടുംബവുമായിട്ടുള്ള സ്നേഹബന്ധം? അത് അവളോട് തന്നെ ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. മേലാൽ ഞാൻ ആ വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അത് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണോ? കഴിഞ്ഞതെല്ലാം മറക്കണമെന്നായിരിക്കും അമ്മേ. ഹംസയുടെ കുടുംബത്തെ മറക്കുന്നത് നന്ദികേടാണ്. നാട്ടുകാർ മുഴുവൻ വെറുക്കുന്ന ഒരു സ്ത്രീയോട് ചേട്ടനെന്താ എത്ര വലിയ എളുപ്പം? നീ അറിയാൻ പാടില്ലാത്തത് പലതും കാണും. ഇന്നലെ തേവടിച്ചിട്ട് വീട്ടിൽ പോയി താമസിച്ചു. നിന്റെ ഉദ്യോഗം പദവി എങ്ങനെ ഉണ്ടായെന്നറിയാമോ? നീ ഇപ്പൊ തേവടിച്ചെന്ന് വിളിച്ചില്ലേ? ആ പാവപ്പെട്ടവർ സഹായിച്ചുകൊണ്ടാണ്ടാ. നീ IPS പാസ്സായി വരുമ്പോ നിന്നെ രണ്ടാം ഭർത്താവായി കിട്ടുമെന്ന് കരുതിയല്ല അന്ന് അവിടെ ചെയ്തത്.